ഇവിടെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ വീക്കെൻഡ് ഡ്രൈവ് പോവുകയാണ്. നമ്മളിന്ന് പോകുന്നത് കർണാടകയിലുള്ള ശിവനസമുദ്ര എന്ന വാട്ടർഫോൾസ് കാണാനാണ്. ഇത് ഏകദേശം ബാംഗ്ലൂരിൽ നിന്ന് 150 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്, 135 കിലോമീറ്റർ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് നൈസ് റോഡ് കയറി അവിടുന്ന് കനക്പുര റോഡ് കണക്ട് ചെയ്തിട്ടാണ് ശിവനസമുദ്ര പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാം. ഇന്നത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ചെറുതായി ഓവർകാസ്റ്റ് ഉണ്ട്, ചിലപ്പോൾ മഴ പെയ്യായിരിക്കും, പക്ഷെ നല്ല തണുത്തൊരു ക്ലൈമറ്റ്. ഡ്രൈവിന് പറ്റിയ ക്ലൈമറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ നല്ലൊരു ക്ലൈമറ്റ്. നമുക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ കനക്പുര റോഡ് ലെഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. കനക്പുര റോഡ് എക്സിറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കയറാൻ. നേരെ പോയി കഴിഞ്ഞാൽ മൈസൂർ റോഡാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 7:30 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കനക്പുര റോഡിൽ കയറിക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കാരണം ഈ സ്ട്രെച്ചിൽ നമുക്ക് നല്ല നല്ല കുറേ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പാർക്ക് ചെയ്തിട്ട് പോയിരിക്കുകയാണ് റോട്ടിൽ. അതേപോലെ നമ്മളും റോട്ടിൽ പാർക്ക് ചെയ്തിട്ടിട്ടാണ് നമ്മൾ കഴിക്കാൻ പോണത്. നമ്മൾ MTRൽ കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് പൂരിയും വടയാണ്. അതിൽ വട വന്നു, നമുക്ക് പൂരി വരാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ യാത്ര ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ റൈറ്റ് കാണുന്നതാണ് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ സെൻറ്റർ. തിരക്കുണ്ട്. രാവിലെ 10 മണിയായി ഏകദേശം. ഹോട്ടലിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ സീറ്റൊക്കെ കിട്ടി കഴിച്ച് വരുമ്പോഴേക്കും ടൈമായി. നമ്മൾ ഈ ബോർഡിൽ കണ്ട പോലെ നേരെ ഈ ഫ്ലൈ ഓവറിന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഹോസ്കോട്ടയിൽ പോവാം. നേരെ പോയി കഴിഞ്ഞാൽ മലവള്ളി, ലെഫ്റ്റ് പോയാൽ കനക്പുര. ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല സമയം. കാരണം ഒന്നെങ്കിൽ മൺസൂൺ അല്ലെങ്കിൽ പോസ്റ്റ് മൺസൂൺ സമയം. അപ്പോഴായിരിക്കും വെള്ളം നല്ല ഉണ്ടാകും. അപ്പം വാട്ടർഫാൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും.
അതിരപ്പള്ളി എത്തി. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ വാട്ടർഫോളായ ഗഗൻചുക്കിയിലെത്തും. പിന്നെ നമ്മൾ സ്റ്റേയിന് വേണ്ടിയിട്ട് മയൂര ഭരചുക്കിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം വെറുതെ ഇവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അത് ഭരചുക്കി വാട്ടർഫോളിൻ്റെ അടുത്താണ്. അപ്പോൾ അത് 1 മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ ടൈം. ടോൾ ഗേറ്റിൽ നല്ല തിരക്കുള്ള പോലെ ഉണ്ട്. ശിവനസമുദ്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കാവേരി നദി രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ട് 2 സെപ്പറേറ്റ് വാട്ടർഫോൾസ്, ഗഗൻചുക്കി എന്നും ഭരചുക്കി എന്നും പറഞ്ഞിട്ട് 2 വാട്ടർഫോൾസ് ഉണ്ടായി. ഇവിടുത്തെ വാട്ടർഫോൾസ് മാത്രമല്ല, നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിയും ഭയങ്കര അടിപൊളിയാണ്. നാടൻ വഴികളും പാടങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വ്യൂ പോയിൻ്റൊക്കെ ആയിട്ട് ആ ട്രാവൽ ജേണി തന്നെ നല്ല സീനിക്കാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1902. ഇതാണ് ഏഷ്യയിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. അത് ശിവനസമുദ്രയിലായിരുന്നു. പഴയ ബിൽഡിംഗ് ഒക്കെ ആളൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ കയറുന്നതാണ് ഇവിടുത്തെ പാർക്കിംഗ്. ഇനി നമുക്കിവിടെ പാർക്കിങ്ങിന് സ്പേസ് കണ്ടുപിടിക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, ഇഷ്ടംപോലെ വണ്ടികൾ. പാർക്കിങ്ങിൻ്റെ അവിടുന്ന് ഇത് കൂടെ നടന്നിട്ടാണ് പോവുക. 100-200 മീറ്റർ മറ്റേ നടക്കാൻ. ഓട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഗഗൻചുക്കി വാട്ടർഫോൾസ് എത്തി. അതിൻ്റെ വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുണ്ട്, വിചാരിച്ചത്ര തിരക്കില്ലെങ്കിലും ഒരു ഹോളിഡേൻ്റെ തിരക്ക് എന്തായാലും ഇവിടെ ഉണ്ട്, നമുക്ക് കാണാം. ഇവിടെ എന്താ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ പോലെ. വെള്ളം കുറവാണ്, സാധാരണ കമ്പയർ ചെയ്തേക്കാൾ നല്ല കുറവാണ് വെള്ളം.
ഗഗൻ ചുക്കി കണ്ടു കഴിഞ്ഞിട്ട് ഭരചുക്കിയിലേക്ക് പോവാണ്. അതിവിടുന്ന് ഏകദേശം 14 to 15 കിലോമീറ്ററാണ് ദൂരം. ആദ്യം ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ ഭരചുക്കിയിൽ വൈകുന്നേരം പോകാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ പറ്റുന്ന വെച്ചാൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ കടകളുണ്ട്. അവിടെ ഫ്രൂട്ട്സ്, കുക്കുംബർ, കോണ്, കരിമ്പിൻ ജ്യൂസ്, അങ്ങനെയൊക്കെ കുറേ കടകളുണ്ട്. അല്ലാണ്ട് വേറെ റെസ്റ്റോറൻ്റായിട്ടൊന്നും ഇല്ല ഇവിടെ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്ത് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പോവാം. നമ്മൾ ഗഗൻ ചുക്കി വാട്ടർഫോൾസ് കണ്ടിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോകാൻ പോവാണ്. ഗഗൻ ചുക്കിന്ന് ഭരചുക്കിയിലേക്ക് പോകുമ്പോൾ പണ്ടതൊരു ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും. അത് ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ ഇതേ ലെവലിൽ നിൽക്കണമെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നല്ല ഷോട്ട്സൊക്കെ എടുക്കാം. ഇപ്പോൾ ശരിക്കും നല്ലൊരു മഴയും കൂടെ പെയ്യുന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു ഇത്. ഈ റോഡിൽ കൂടെയൊക്കെ ബൈക്ക് ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നല്ല രസം. ഈ സ്ട്രെയിറ്റ് റോഡ്, നമ്മൾ ഈ കാണുന്ന സ്ട്രെയിറ്റ് റോഡ് ബൈക്ക് ട്രിപ്പിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഇതേപോലെ നമ്മുടെ ബുള്ളറ്റിൽ വന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കുഴപ്പമില്ല, നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനി സമയമുണ്ടല്ലോ. നമുക്ക് ഒരു ബൈക്ക് ട്രിപ്പ് വേണമെങ്കിൽ ശിവന സമുദ്രയിലേക്ക് അടിക്കാം. ഇതേപോലെ രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം തിരിച്ചു പോകുന്ന പോലെ 1 day ട്രിപ്പായിട്ട്. പക്ഷെ വീക്കെൻഡ് വരാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഇവിടെ വ്യൂ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന് നമ്മൾ കണ്ട പോലെ തന്നെ നല്ല തിരക്കായിരിക്കും ഫോട്ടോ എടുക്കാനും. നമ്മൾ ക്യൂവിലൊക്കെ നിന്നിട്ട് വേണം ഒരു ഫോട്ടോ എടുക്കാൻ നമുക്കൊരു ചാൻസ് കിട്ടും. നമ്മൾ ഗഗൻ ചുക്കിന്ന് ഭരചുക്കിയിലേക്ക് പോകുന്ന വഴി ഈ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല രസമായതുകൊണ്ട് നമ്മൾ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കിയിട്ട് പെട്ടെന്നൊന്ന് ക്യാപ്ചർ ചെയ്യാൻ വന്നാണ്. ഇത് കാവേരി നദിയാണ് നമ്മളീ കാണുന്നത്. പക്ഷെ വെള്ളം കുറവാണ്. ഇതാണ് പണ്ടത്തെ ഒരു പാലം. ഈ വൈറ്റ് പാച്ച് കാണുന്നത് ആ പാലം പൊളിഞ്ഞിട്ട് പിന്നെ റീകൺസ്ട്രക്ട് ചെയ്താണ്. ഇതിൻ്റെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. മുമ്പിൽ എവിടെയെങ്കിലും വണ്ടി ഒന്ന് ഒതുക്കി നിർത്താൻ പറ്റും. പണ്ട് ഇതിന് മുകളിൽ കൂടെ നടക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിൻ്റെ ബലം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നടക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മുമ്പ് നോക്കിയപ്പോൾ ആൾക്കാർ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്.
പക്ഷേ ഇപ്പോൾ അത് ഫുള്ളായിട്ട് അവർ ക്ലോസ് ചെയ്തുകൊണ്ട് തോന്നുന്നു. അങ്ങോട്ട് ആരും പോകാണ്ടിരിക്കാൻ, അപകടം ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്തു. ഇത് രംഗനാഥസ്വാമി ടെമ്പിളോ ലെഫ്റ്റിൽ കാണുന്നത് ഏതാണെന്ന് നമുക്കറിയില്ല. ഗ്രാമത്തിൽ കൂടെ പോണ പോലെ ഉണ്ട്. വെയിലും മഴയും കുറുക്കന്റെ കല്യാണം. ഹോട്ടൽ മയൂര. എനിക്കാണ് ബരച്ചുക്കി ഫോൾസ് കാണാൻ വേണ്ടി നമ്മളിവിടെ നിന്ന് നേരെ പോകണം. പക്ഷെ നമ്മളിപ്പോൾ ഹോട്ടൽ മയൂര ബരച്ചുക്കിയിലേക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് വേണം പോകാൻ. ഇവിടെ ബോർഡ് ഉണ്ട്, 1 കിലോമീറ്റർ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ്. ചെറിയ റോഡാണ്. 2 വണ്ടി വന്നാൽ ചിലപ്പോൾ പെടാതിരിക്കാം. നേരെ കാണുന്ന തന്നെയാണ് ഹോട്ടൽ. ഇങ്ങോട്ടാണ് പോകേണ്ടത്, പാർക്കിങ്ങിലേക്ക്. അങ്ങോട്ടായിരിക്കും. എന്തായാലും മുകളിൽ കയറ്റി നോക്കാം. അപ്പം ഇതാണ് ഹോട്ടൽ മയൂര ബരച്ചുക്കി. നമ്മളിവിടെ എത്തി. നമ്മളങ്ങനെ മയൂര ബരച്ചുക്കി ഹോട്ടലിലെത്തി. ലഞ്ച് കഴിച്ചു. അപ്പോൾ ഇനി റൂം കിട്ടാൻ ഒരു 5 മിനിറ്റ് താമസമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോകും. ഇവിടെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. അപ്പോൾ ക്ലൈമറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ബരച്ചുക്കി ഫോൾസിൽ ഇപ്പോൾ പോകാൻ പറ്റുമോ എന്ന് നോക്കണം. വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ പോകാൻ പറ്റുമോ എന്ന് നോക്കണം. വീഡിയോൻ്റെ ലെങ്ത് കാരണം ഈ വ്ളോഗ് നമുക്കിവിടെ എൻഡ് ചെയ്യാം. ഹോട്ടലിൻ്റെ വിശേഷങ്ങളും ബരച്ചുക്കി വാട്ടർഫോൾസിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ഹാപ്പി എക്സ്പ്ലോറിംഗ്.